ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2025 ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലിയുള്ള എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ. കഴിഞ്ഞ വർഷത്തോട് നമുക്ക് വിട പറയാം. ഇനിയുള്ള ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 2025 ഞങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. ഒരാൾ വരുന്നുണ്ട് സർപ്രൈസായിട്ട് ന്യൂ ഇയർ ദിവസം. ആരാണെന്നല്ലേ വഴിയേ പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മുടെ സർപ്രൈസ് ആയിട്ട് നമ്മുടെ ആളെത്തിയിരിക്കുകയാണ് ഗായ്സ്. കുഞ്ഞുകുട്ടി കുട്ടി കുഞ്ഞായി ഹാപ്പി ന്യൂ ഇയർ. സമയം ഇപ്പോ 5:45 ഈ നേരത്തെ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട്. ഒരാ സർപ്രൈസ് ഉണ്ട് ഗായ്സ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ പപ്പ വന്നേ. രാജേഷേട്ട വരുന്ന സമയത്ത് നമ്മുടെ കുറുമ്പന്തിച്ചും കുഞ്ഞിപ്പെണ്ണും നല്ല ഉറക്കത്തിലായിരുന്നല്ലോ. അപ്പോൾ ഇതപ്പോൾ ഉണർന്നിട്ട് സൗണ്ടൊക്കെ കേട്ടപ്പോൾ നാളെ വന്ന് കിടക്കുകയാണ് നമ്മുടെ ദച്ചുകുട്ടിട്ടോ. അപ്പോൾ ദച്ചുകുട്ടിക്ക് പനിയൊക്കെ കുറഞ്ഞു കേസ്, കുറച്ച് നീര് മാത്രം ഉണ്ടെന്ന്. ഹലോ, നമ്മളുടെ കുറുമ്പൻ തെച്ചുവിൻ്റെ പപ്പ വന്നിട്ടുണ്ട് ഗായ്സ്. പപ്പ വന്നപ്പോൾ കുറുമ്പൻ തെച്ചു ഒന്നും കൂടി അസുഖമൊക്കെ ഇത്തിരി കൂടുതൽ പോലെ ആയിരിക്കുകയാണ്. കൂടുതലല്ല, പപ്പ വന്നപ്പോൾ പുന്നാരം, പല്ല് തേപ്പിക്കല്, എടുക്കല്. പപ്പ വന്നപ്പോൾ ഭയങ്കര ഓമന കുട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പ വരുന്ന സമയത്ത് ദച്ചൂസ് ഉറക്കമായിരുന്നല്ലേ. അപ്പം നേരത്തെ എഴുന്നേറ്റു പല്ലിയൊക്കെയാണ് കുഞ്ഞുവിനെ. ആ മനക്കുട്ടി നിധിക്കുട്ടി, അമ്മ എന്ത് പറ്റിച്ച്? ഇന്നലെ അപ്പൂപ്പം ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ നമ്മള് കേക്ക് മുറിക്കാൻ. എന്റെ അമ്മ ഉറങ്ങിപ്പോയില്ലേ? കേക്ക് മുറിച്ചിട്ടില്ലല്ലോ. അപ്പൊ അച്ഛൻ ഇനിപ്പെണ്ണ് തരാം. അപ്പോൾ ജനുവരി 8-നാണ് ഗൈസ്. എല്ലാവരും ചോദിച്ചു എപ്പോഴാണ് മലയ്ക്ക് പോകുന്നതെന്ന്. ജനുവരി 8-നാണ് മലയ്ക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഇതാ പപ്പ വന്നിട്ടുണ്ട് ഗൈസ്. ഇതാ ദച്ചുക്കുറുമ്പൻ്റെ പപ്പ വന്നിട്ടുണ്ട് ഗൈസ്. ഇതാ വാസുവേട്ടൻ്റെ പപ്പ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാ രാജേഷേട്ടൻ വന്നിട്ടുണ്ട് ഗൈസ്. നിധിക്കുട്ടി എവിടെയാ നോക്കുന്നത്? നിധി അങ്ങനെ 2025 അടിപൊളിയായി തുടക്കം കേട്ടോ. ആർക്ക് കൊതിയാവണ്? നിധിക്കുട്ടിക്ക് കൊതിയാവണു എന്നാണ് ദച്ച് പറയണത്. ദച്ച് സ്പൂണിൽ കുടിക്കുമ്പോൾ നമ്മുടെ നിധി ബേബിക്ക് കൊതിയാവണൂന്ന് അല്ലേ? ചേട്ടാ പുതുവർഷം പുതുപുലരി. ഇതാണ് നമ്മുടെ ഗ്ലൂക്ലോസ് പൊടി. ഈ പൊടി 16 മധുരമുണ്ട്.
വായാടിക്കുട്ടി ഈ പൊടിയാ ഗ്ലൂസ് പൊടി ഗുളുഗുളു പൊടി കഴിച്ചാൽ നല്ല ഹെൽത്ത് വരുന്നതാണ്. നിധിപ്പൊടിയാ വേണ്ടിട്ട് അങ്ങനെ കുട്ടിപ്പട്ടാളത്തിൻ്റെ പപ്പ വന്നപ്പോൾ എന്തായാലും ഡബിൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ കുട്ടീസിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ചിരിയൊക്കെയാണ്, ആളിങ്ങനെ കളിച്ചിട്ടങ്ങ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും കുറുക്കൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് സാധാരണ പകൽ ഉറങ്ങാറില്ല. പപ്പ വന്നപ്പോൾ പപ്പയുടെ തോളിലാണ് കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ പപ്പ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കും. നല്ല കാറ്റാണ് കേട്ടോ ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ കാറ്റൊക്കെ കൊണ്ട് പപ്പയുടെ കൂടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. തോളിൽ കിടത്തിയിട്ട് തന്നെ ഉറക്കാമെന്ന് പറഞ്ഞു. ആട്ടി ഉറക്കണ്ട, ഞാൻ ഉറക്കിക്കോളാമെന്ന് പറഞ്ഞു കേട്ടോ. മാലയിൽ അയ്യപ്പൻ്റെ മാലയിൽ ഇങ്ങനെ പിടിച്ച് കണ്ണൊക്കെ തുറന്നിങ്ങനെ കിടക്കുകയാണ്. ഏകദേശം ഉറക്കം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ആളിങ്ങനെ മിണ്ടാതെ കിടക്കുന്നത്. ആളിതാ നല്ല ഉറക്കമായി. ഇനി കുഞ്ഞിപ്പെണ്ണിനെ പോയിട്ട് തൊട്ടി കിടത്താം. രാജേഷേട്ടൻ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയിട്ടേ, കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കമാണ്. തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുവാണ് കേട്ടോ. എന്താകുമെന്നറിയില്ല, എന്തൊരു പരീക്ഷണമാണെന്ന് തോന്നുന്നു. പരീക്ഷണമൊന്നുമല്ല ഗൈസ്, നമ്മൾ അടിപൊളി തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോണേ. ഇഞ്ചി പറഞ്ഞു കാണും പറയില്ലേ, തേങ്ങ, ചെറിയ ഉള്ളി, മുളക് ചുട്ടത്, ഇഞ്ചി, കുറച്ച് പുളി ഇട്ടിട്ട് നമ്മള് എന്തോ കാണിക്കാൻ പോവുകയാണ്. നോക്കാം ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് പറയും. നോക്കട്ടെ കേട്ടാ, നോക്കിയിട്ട് പറയാം. കുഴപ്പമില്ല, ഇപ്പോഴത്തേക്ക് കഴിക്കാം. ഇക്കിളിയുള്ള കുട്ടിനെ കാണിച്ചു തരാട്ടോ. വന്ന് 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 ചിക്കിളിയുള്ള കുട്ടിയാണ്. വന്ന് 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 ഇവിടെ നിധി യാത്ര പോകാൻ പോവാണ്. വണ്ടിയിൽ ഹെൽമെറ്റ് ഒക്കെ ഇട്ടപ്പോൾ നിധി ഇപ്പൊ ടാറ്റ നിധി, ടാറ്റ ടാറ്റ ടാറ്റ. കുട്ടിയെ കുട്ടി ടാറ്റ ടാറ്റ ടാറ്റ. നിധിയേ, നിധി വരുന്നുണ്ടാ? നമുക്ക് പോകാം. അച്ഛൻ വണ്ടിയിൽ പോയി. ഞാൻ പോണോ, വണ്ടി ഓട്ടണോ? ഞാൻ പോണോ, വണ്ടി പോണോ? ഇത്തിരി കൂടി ആയ നടക്കില്ല. വണ്ടി എടുത്താ ഓടുവോ? ഓക്കെ, അച്ഛന് വരുന്നില്ല. അപ്പൂപ്പ വണ്ടി ഓട്ടട്ടെ, എന്റെ മിന്നമ്മന്റെ അടുത്ത് പോ. അച്ഛൻ വണ്ടി എടുത്തപ്പോ കരമൂളിച്ചാ, കരച്ചില് വന്നു. വണ്ടിയിൽ പോന്നു, കരച്ചില് വന്നു. വണ്ടിയിൽ പോണം. വണ്ടിയിൽ ഇരുന്നപ്പോ ആൾക്ക് പൊക്കോളൂ പൊക്കോളൂ. ബാ ബാ അപ്പൊ ഇനിമി പോട്ടെ, ഞങ്ങൾ പോണോ? വാ, ഞങ്ങൾ പോകണോ? വാ നിധി, ബാ, അമ്മ എടുക്ക. വാ, ഇന്നോളൂ. അച്ഛനെ നോക്കണം നന്നായിട്ട്. ടാറ്റ. അച്ഛൻ എവിടേക്ക് വണ്ടി എടുത്താലും കുഞ്ഞിപ്പണ് കരയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അച്ഛനും അമ്മയും കുടുംബ വീട്ടിൽ പോകണം, അവിടെ കുറച്ച് പാടത്ത് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ രണ്ടുപേരും. പിന്നെ ഉറക്കമൊക്കെ ഉണർന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ കുട്ടീസ് കാത്തിരുന്ന കേക്ക് കട്ടിങ്, കാരണം ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് 2 ദിവസം വെയിറ്റ് ചെയ്തു. പപ്പ വന്നിട്ട് മുറിക്കാൻ പറഞ്ഞപ്പോഴേക്കും ഇന്നലെ രാത്രിയായി, മുറിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുറിക്കാൻ വേണ്ടി പോവാണ്. അല്ലേ? ഹാപ്പി ന്യൂ ഇയർ കുത്താമത്തേരി കുഞ്ഞുപണേ. ഡച്ചൂസിന് കുറഞ്ഞിട്ടുണ്ട് കേട്ടാ, പനിയൊക്കെ പോയി. പനിയൊക്കെ പോയി.
പക്ഷെ അതിൽ മൈ ബ്രദർ എന്നുള്ളതാണ് 3 പേർക്കും കിട്ടിയിരിക്കുന്നത് ഗൈസ്. സിസ്റ്റർ എന്നുള്ളത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കേക്ക് കിട്ടിയാൽ വേണം കുറേ കുറേ സമയം കൊണ്ട് പറയാണ് കേക്ക് മുറിക്കാന്ന് ഗൈസ്. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ സമയം ഒത്തു വന്നത്. ഓക്കെ സൂപ്പർ. ഇവിടെ അടിപൊളി. രണ്ടാളും അവിടെ നിൽക്ക് നോക്കട്ടെ. കുഞ്ഞിപ്പെണ്ണല്ലേ മൂത്രം വെച്ച് കാര്യമില്ല. അങ്ങനെ നമ്മുടെ കുറുമ്പൻസിനും കുഞ്ഞിപ്പെണ്ണ് രാജേഷ് ഏട്ടൻ മേടിച്ചു വന്ന ഡ്രസ്സാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഐ ലവ് മൈ ബ്രദർ എന്ന് സൂപ്പർ ആയിട്ടുണ്ടല്ലേ. കേക്ക് എടുത്തിട്ടുണ്ട്. കാത്തിരുന്ന നിമിഷമാണ്. എത്ര ദിവസമായി ദച്ചു പറഞ്ഞോണ്ടിരിക്കണേ. ദച്ചുവിന് വയ്യാത്ത കൊണ്ടും നമ്മൾ മുറിക്കാതിരുന്നാണ്. ദച്ചു പോക്കെ ആയപ്പോഴാണ് നമ്മൾ കേക്ക് മുറിക്കാൻ പോണത് അല്ലേ. കേക്ക് കണ്ട് സന്തോഷം കണ്ട ദച്ചുവിന്റെ. ആ കുഴപ്പമില്ല. ന്യൂ ഇയർ മുങ്ങിപ്പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. ദച്ചുവിന്റെ സന്തോഷം നോക്കൂ ഗൈസ്. ദച്ചു ഇതുപോലെ കേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കുന്നവരുടെ കൊറേ എത്ര നമ്മൾ കാത്തിരുന്ന ദിവസം വന്നിട്ടിരിക്കുകയാണ്. 4 അല്ല 2 3 ന്യൂന് ഹാപ്പിയാണോ? പറ ഹാപ്പിയാണ്. അപ്പൊ നമ്മള് അമ്മ മാമ അതെ അച്ഛാ വരി. അങ്ങനെ നമ്മുടെ കുറുമൻസ് കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിയിരിക്കുകയാണ്. അപ്പം ന്യൂ ഇയർ നമ്മുടെ ആഘോഷം ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് പ്രത്യേകം പറയുകയാണ്, റിത്ത കേക്ക് പുതുനേരം അവിടെ നിന്നാണ് നമ്മൾ കേക്ക് മേടിച്ചത്. കുറേ പേര് വീഡിയോ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടയിട്ടുണ്ടാവും ഇതിലെന്ന്. ഇതിൽ മുട്ടയൊന്നും ഇട്ടിട്ടില്ല, സ്പെഷ്യലായിട്ട് പറഞ്ഞുണ്ടാക്കിയതാണ്. മാലയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുട്ടയിടാത്ത കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദച്ചൂസിൻ്റെ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണല്ലോ. ആൾ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഈ തണുപ്പ് അങ്ങനെയൊന്നും വിഷയമല്ല. പക്ഷേ ദച്ചൂസിന് വയ്യാത്തതുകൊണ്ട് തണുപ്പ് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. പറഞ്ഞാൽ പിന്നെ കുറുമ്പം കേൾക്കൂലല്ലോ. കുറേ ദിവസം കാത്തിരുന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഹലോ ഗേസ്, ന്യൂ ഇയർ സെലിബ്രേഷൻസ്. കേക്ക് നിധിക്കുട്ടി ആലോചിച്ച് നിൽക്കണത് എന്താണ് ഇവിടെ നടക്കണത്. ഇതാണ് നമ്മുടെ ക്യാമറമാൻ ബസുക്കുട്ടി. ഞാൻ ഫോട്ടോ എടുക്കുന്നത് അമ്മ ഓളിയാണ് പറയും ഫോട്ടോ എടുത്തത് എന്നാ പറയുന്നത്. ബസുവിന് ഇഷ്ടപ്പെട്ട ഇതാണ് കേക്കില്. വസുവിനല്ല ദച്ചുവിന് കേക്കില് പൂവാണ്. അതിന് വേണ്ടിട്ട് 2 പേരും കൂടി വഴക്കായിരുന്നു. ഇപ്പൊ വേണ്ട, വസുവാട്ടിന് വേണ്ട. മുത്ത കഴിക്ക്. അതാ നിധിക്ക് വേണമെന്നാ പറയുന്നത്. നിധിക്ക് കൊടുക്കൂ വേണ്ട. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പണിനെ എല്ലാവരും കേക്കൊക്കെ കൊടുത്തു കേസ്. ഇനി രാജേഷ് ഏട്ടന് തിരുവനന്തപുരത്ത് ഒരു ട്രയൽ ഉണ്ട് 3-ാം തീയതി. അപ്പോൾ ആ ട്രയലിന് പോകാൻ വേണ്ടി അന്ന് വൈകുന്നേരം തന്നെ ആളെ റെഡിയായി തിരുവനന്തപുരത്തേക്ക് പോവാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്ത് ഇതാ വരുന്നോന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ നമ്മുടെ ബ്രോ സന്തോഷമാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വിടാൻ പോകുന്നത്. വീഡിയോ കാണാം. ടാറ്റ പോലെടി. അവ അങ്ങനെ പറഞ്ഞു. വണ്ടി പോണവനോട് ടാറ്റ.
നിങ്ങൾ വരണ്ട മക്കളെ അപ്പോൾ അങ്ങനെ രാജേഷേട്ടൻ തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. ഡ്രസ്സ് കോഡ് എങ്ങനെയുണ്ടെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഈ ഒരു പുതുവർഷം എല്ലാവർക്കും നല്ലതാവട്ടെ. അതുപോലെ എന്താ പറയുക, നന്മകൾ മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ബൈ.